അരിയന്നൂർ ഹരികന്യക ഭഗവതി ക്ഷേത്രം. ഹരികന്യാപുരം അരികന്യൂരാവുകയും തുടർന്ന് അരിയന്നൂർ എന്ന് അറിയപ്പെടുകയും ചെയ്തു. വിഷ്ണുവിൻ്റെ മോഹിനി രൂപമായതിനാൽ ഇവിടുത്തെ പ്രതിഷ്ഠ ഹരികന്യക എന്ന പേരിൽ അറിയപ്പെടുന്നു. എങ്കിലും പൂജകളെല്ലാം ദുർഗാവിധാനത്തിലാണ് നടക്കുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ ഈ ക്ഷേത്രവും പരാമർശിക്കപ്പെടുന്നുണ്ട്. പെരുന്തച്ചനാൽ പണിതീർത്ത ക്ഷേത്രം കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യാ ശൈലിയുടെ മകുടോദാഹരണമാണ്. അമ്പലത്തിന് ചെരിവുണ്ടെന്ന് മനസ്സിലാക്കിയ പെരുന്തച്ചൻ തൻ്റെ ഉളി ക്ഷേത്രത്തിൻ്റെ തറയുടെ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും ഉറപ്പിച്ച് അമ്പലത്തിൻ്റെ ചെരിവ് മാറ്റി എന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉളി നമുക്കിവിടെ കാണാൻ സാധിക്കും. നിത്യവും 3 ശീവേലികളും 5 പൂജകളും ക്ഷേത്രത്തിലുണ്ട്. അതിനാൽ ഇതൊരു മഹാക്ഷേത്രം തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കണം. അത്രയ്ക്കും മനോഹരമാണിവിടെ. ക്ഷേത്രത്തിൻ്റെ കഴകവും കുത്തുവിളക്കെടുക്കുന്നതുമെല്ലാം സ്ത്രീകളാണ്. കിരീടം വെച്ച കലകൾ ഈ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. പിടിയാനപ്പുറത്താണ് ഇവിടെ എഴുന്നള്ളിക്കുക. രാജാക്കന്മാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ആർക്കിയോളജിക്കൽ വകുപ്പിന് കീഴിലാണ് ഈ ക്ഷേത്രം. മീനമാസത്തിലെ 15 ദിവസമുള്ള പൂരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. തൃക്കാർത്തിക, നവരാത്രി വാരം എന്നിവയും വിശേഷ ദിവസങ്ങളാണ്. അതിനു പുറമെ മണ്ഡലകാലം 30 ദിവസം അരിയന്നൂരും ബാക്കി 11 ദിവസം ചൊവ്വല്ലൂരുമായാണ് കൊണ്ടാടുന്നത്. ഇവിടുത്തെ ഉപദേവന്മാർ ഗണപതിയും അയ്യപ്പനും ഭദ്രകാളിയുമാണ്. ഇവിടെ അയ്യപ്പൻ്റെ സാന്നിധ്യം പ്രധാന ശ്രീകോവിലിൽ തന്നെയാണ്. ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്ന സമയത്ത് അയ്യപ്പൻ്റെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിക്കുക. ഗുരുവായൂരിൽ നിന്ന് വരികയാണെങ്കിൽ ചൂണ്ടൽ വഴി തൃശ്ശൂർ റൂട്ടിൽ ചൊവ്വല്ലൂർ പടി കണ്ടനാശ്ശേരി വഴി ഒരു 6 കിലോമീറ്റർ വന്നാൽ അരിയന്നൂരേക്കെത്താം.